അപ്പോൾ ഈസി ആയിട്ട് വാഴത്തണ്ട് അല്ലെങ്കിൽ ഉണ്ണിത്തണ്ടൊക്കെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വാഴത്തണ്ട് ഞാൻ കത്തി വെച്ചിട്ട് തന്നെയാണ് വട്ടത്തിൽ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളുടെ വീട്ടിൽ എന്താ പറയുക, ഈ വക്ക് ഇല്ലാത്ത ഗ്ലാസ് ഉണ്ടാവും, കണ്ടില്ലേ, ഇത് ഇതുപോലെ വക്കില്ലാത്ത ഗ്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക കേട്ടോ. സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് നമ്മുടെ ഉണ്ണിപ്പിണ്ടി നന്നായിട്ട് ഇതുപോലെ ഗ്ലാസ് വെച്ച് കൊത്തി 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 കൊടുക്കുക കേട്ടോ. അപ്പം നല്ല പൊടിയായിട്ട് തന്നെ നമ്മൾ കട്ടിങ് ടേബിളും അതുപോലെ കത്തിയൊക്കെ വെച്ചിരിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ കട്ട് ചെയ്യാനുള്ള മറ്റുള്ള മെഷീനൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അതിലിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് സമയമില്ലാത്ത സമയത്താണെങ്കിൽ പോലും വേഗം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ. അത് കഴിഞ്ഞ് ഞാൻ അതിനകത്തോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നാര് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി ചെയ്യണത്. നമ്മുടെ ഉണ്ണിത്തണ്ടിൽ നിറയെ നാരുണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് ഇതുപോലൊരു പപ്പടക്കമ്പി എടുക്കുക. പപ്പടക്കമ്പി എടുത്ത് നമ്മൾ ഉണ്ണിത്തണ്ടിൽ വെള്ളം നിറയെ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി എടുക്കുക കേട്ടോ. അങ്ങനെ ചുറ്റി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അതിനകത്ത് ആ നാരൊക്കെ ഇളകി വരും കേട്ടോ. നമുക്ക് പണ്ടൊക്കെ എൻ്റെ അമ്മ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലിൽ നിന്ന് മുള്ളെടുക്കും കേട്ടോ. മുള്ളുവേലിയാണല്ലോ പണ്ട്. അപ്പോൾ അതുപോലത്തെ മുള്ളെടുത്തിട്ട് ഇതുപോലെ ചുറ്റിക്കളയിലാണ് കേട്ടോ പരിപാടി. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് പപ്പടക്കമ്പിയാണ് കേട്ടോ. അപ്പോൾ പപ്പടക്കമ്പി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒരു 2-3 വട്ടം എടുക്കുമ്പോൾ തന്നെയും നന്നായിട്ട് അതിൽ നിന്ന് എല്ലാ നാരും ഇങ്ങനെ ഇതായി വരും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചുറ്റി നമ്മുടെ പപ്പടക്കമ്പിയിലേക്ക് വരുവേ. അപ്പോൾ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.